നമ്മൾ ലെൻസിനെ പറ്റിയും ലെൻസുമായി ബന്ധപ്പെട്ട ഇക്വേഷനും ലെൻസ് മേക്കേഴ്സ് ഫോർമുലയും ലെൻസുകളുടെ കോമ്പിനേഷനും അതുമായി ബന്ധപ്പെട്ട അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തു. ഇനി നമുക്ക് പറയാനുള്ളത് ലെൻസിൻ്റെ ഭാഗം അവസാനിപ്പിച്ചിട്ട് അടുത്ത ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിലേക്ക് അല്ലെങ്കിൽ അടുത്ത കാര്യത്തിലേക്ക് നമ്മൾ വരികയാണ്. അത് പ്രിസമാണ്. പ്രിസം എന്താണ് എന്ന് നമുക്ക് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പഠിക്കാം. എ പ്രിസം ഈസ് എ പോർഷൻ ഓഫ് എ ട്രാൻസ്പാരൻറ്റ് മീഡിയം. എ പ്രിസം ഈസ് എ portion of transparent medium bounded by two plane faces inclined to each other at a suitable angle. രണ്ട് plane faces inclined at a suitable angle, that is called prism. രണ്ട് plane faceകൾ ഒരു suitable ആംഗിളിൽ ഇൻക്ലൈൻ ചെയ്തിരിക്കുന്നതിനെ പറയുന്ന പേരാണ് പ്രിസം എന്നത്. That angle is called angle of prism. ആ ഇൻക്ലൈൻ ചെയ്തിരിക്കുന്ന ആംഗിളിനെ പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് പ്രിസം. പ്രിസം ആംഗിൾ എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് പ്രിസം എന്താണെന്ന് മനസ്സിലാക്കുക. നമ്മൾ പ്രിസം കണ്ടിട്ടുണ്ട് അല്ലേ? എ പ്രിസം ഈസ് എ പോർഷൻ ഓഫ് എ ട്രാൻസ്പാരൻറ്റ് മീഡിയം ബൗണ്ടഡ് ബൈ ടു പ്ലെയിൻ ഫേസസ്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ടു പ്ലെയിൻ ഫേസസ് രണ്ട് പ്ലെയിൻ ഫേസസ് inclined to each other at a suitable angle. അനുയോജ്യമായ ഒരു ആംഗിളിൽ രണ്ട് പ്ലെയിൻ ഫേസസ് ഇങ്ങനെ യോജിച്ചിരിക്കുന്നതിനെ പറയുന്ന പേരാണ് പ്രിസം. ദാറ്റ് ആംഗിൾ ഈസ് കോൾഡ് ആംഗിൾ ഓഫ് പ്രിസം. ആംഗിളിനെ പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് പ്രിസം. ഓക്കെ, പ്രിസം എന്താണ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് മനസ്സിലായി.